ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ അടുത്ത ക്ലാസ്സിലേക്കാണ്. 42ാമത്തെ ഭേദഗതി നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ടോപ്പിക് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഭേദഗതികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മൗലിക കടമകൾ ഇന്നലെ ക്ലാസ് ഇട്ട് വന്നു. ഇന്ന് നമ്മൾ ഭരണഘടനാ ഭേദഗതികൾ, ഓക്കെ, അതില് ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും ഭേദഗതി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ തന്നിട്ടുണ്ട്. ഈ ഭേദഗതി നടപ്പിലാക്കുന്നതിന് മുമ്പ് അവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, റൂൾസുകൾ ഉണ്ടാവും. അതൊക്കെ ചെയ്താലാണ് ഈ ഭേദഗതി ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ ഒരു ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതികൾ എങ്ങനെയാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിന്റെ ഒരു ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിയന്തരാവസ്ഥ, സുപ്രീം കോടതി, അങ്ങനെ എക്സെട്ര അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സുകളിൽ ഇട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഏത് പ്ലേലിസ്റ്റ് ഒന്നും ഇങ്ങോട്ട് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ അവിടെ ഫുൾ ആയിട്ട് നമുക്ക് പഠിച്ചു വരാം. ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ കുറച്ച് ടോപ്പിക്കും എന്താണ് കൂടുതൽ മാർക്കില്ല, 5 മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും അതുപോലെ സുപ്രധാന നിയമങ്ങള്, എക്കണോമിക്സ്, ഇതൊക്കെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുന്ന പോലെ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഒരു LD ലെവലൊക്കെ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യാ, ഇത് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള, ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഒരു 5 മാർക്ക് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു LD ലെവൽ ഉദ്യോഗാർത്ഥി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുപോലെ കേരള ഭരണ സംവിധാനത്തിലുള്ള മാർക്ക് 5 മാർക്ക് കിട്ടും. സുപ്രധാന നിയമങ്ങളിൽ 5 മാർക്ക് കിട്ടും. എക്കണോമിക്സിലെ 5 മാർക്ക് നല്ല രീതിയിൽ ചെയ്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് SCRT കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ അവിടെ കഴിയും. ഓക്കെ, ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ SCRT കുറച്ചുകൂടി ചെയ്ത് അവിടെ ഇന്ത്യൻ ജോഗ്രഫി നമ്മളവിടെ കഴിയാനായി. കലാ, സാഹിത്യം, സംസ്കാരം നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്. അതിൽ നിന്നുള്ള ടോപ്പിക്കുകൾ എടുത്തെടുത്ത് പിക്ക് ചെയ്തിട്ട് അവിടെയും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇഷ്ടാനുസരണം പഠിക്കാവുന്ന എളുപ്പമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഓരോ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അതുപോലെ 2023 നടന്ന LDC നിലവാരത്തിലെ 10ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള 27 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. 2023 നടന്നത് മാത്രം കേട്ടോ. നമുക്കിനി 2023 കഴിഞ്ഞിട്ട് 22, 21 നമുക്ക് നമ്മുടെ എക്സാം ആകുമ്പോഴേക്കും നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ GK മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി, അതുപോലെ ജോഗ്രഫിയിൽ നിന്നുള്ള മാർക്കൊക്കെ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 42ാമത്തെ ഭേദഗതി. നമുക്കത് ഈ ഭേദഗതികൾ ഈ ഫുള്ള് അങ്ങോട്ട് എടുത്തു തരാൻ നിന്നാൽ നടക്കില്ല, കാരണം നമുക്ക് അങ്ങോട്ട് മാറി മറിയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 42, 44 ഒക്കെ വേറെ പഠിക്കാം. പിന്നെ കുറച്ചുള്ളതൊക്കെ നമുക്ക് ഒരു ടോപ്പിക്ക് തന്നെ അങ്ങോട്ട് ഉൾപ്പെട്ട 73, 74 അതൊക്കെ പഞ്ചായത്ത്, നഗരപാലിക, അതാണല്ലോ. അത് നമുക്ക് ഒറ്റ ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ 86, 91 ഒരു ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇനി 42, 44 വേറെ ക്ലാസ് ആയിട്ട് ചെയ്താൽ തന്നെ മനസ്സിലാകുള്ളൂ. നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നന്നായിട്ട് പഠിച്ചു പോകാം കേട്ടോ. കൂടെ നിന്നിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിന്റെ മുൻപോട്ടുള്ള ആ ഒരു എനർജിയും എന്താ പറയാ, കണ്ടന്റ് തരുന്നതിലും ക്ലാസ് എടുക്കുന്നതിലും ഓക്കെ. നിങ്ങൾക്ക് ഒരു രൂപ പോലും നിങ്ങൾക്ക് ചെലവാക്കണ്ടല്ലോ. ഒരു താഴെ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ചെലവാക്കിയാൽ മതി. ഒരു കമന്റ് ഇടാനും, ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കാനും, ഒന്ന് ഷെയർ ചെയ്യാനും. അപ്പൊ അത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് തരണം കേട്ടോ. നിങ്ങൾ നമ്മുടെ ചാനലാണ്, എൻ്റെ എന്നല്ല നമ്മുടെ എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുപോകണം. നല്ല രീതിയിൽ അടുത്ത ജോലിയൊക്കെ നമുക്ക് കയ്യിലിരിക്കണം. 2024 നമ്മുടെ വർഷമാകണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്, നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ. ആ മനസ്സിൽ ഞാൻ പറയാറുണ്ട്, കുറച്ച് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി ചെയ്യാൻ, അത് ആലോചിക്കരുത്. അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആൾക്കാരെ ആലോചിക്കരുത്. അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ വേറെ ഏതെങ്കിലും ഉത്സവം നടക്കുന്നുണ്ടാവും, അവിടേക്ക് പോകണം, അത് ആലോചിച്ചിട്ടിരിക്കരുത്. അതൊക്കെ ആലോചിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ 42ാം ഭേദഗതി പഠിക്കാനിരുന്ന ആ ആലോചിച്ച കാര്യം മാത്രമേ മനസ്സിൽ ഓർമ്മയുണ്ടാവുള്ളൂ. 42ാം ഭേദഗതിയിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഓർക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതേ രീതിയിൽ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധ നിങ്ങളുടെ കേന്ദ്രീകരിച്ച് വേറെ ഒരൊറ്റൊന്നും മൈൻഡിലൂടെ പോകാൻ പാടില്ല കേട്ടോ. 42ാം ഭേദഗതി എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടുള്ളൂ. മനസ്സിൽ ഉറപ്പിച്ചോ? ഓക്കെ, അപ്പോ വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് അങ്ങോട്ട് തട്ടിമാറ്റിക്കേ. അതിനൊക്കെ ഒന്ന് അങ്ങോട്ട് തട്ടിമാറ്റിക്കേ. ഓക്കെ,
ബ്രെയിൻ എന്നൊക്കെ പോയോ? ഇനി 42ാം ഭേദഗതി 4(2) എന്നുള്ളത് മാത്രം ഒന്നാലോചിച്ചേ. നമ്മുടെ പാർലമെന്റിൽ ഭേദഗതി ചെയ്യുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ 42ാം ഭേദഗതിയിൽ ഇപ്പൊ ഇവിടെ 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 6 കാര്യങ്ങൾ ആദ്യം പഠിക്കണം. അങ്ങനെ നമ്മൾ പഠിച്ചു മാറ്റിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42ാം ഭേദഗതിയാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അറിയപ്പെടുന്നത് ഏതാണ്? 42ാം ഭേദഗതിയാണ്. പിന്നെ 1976 ഈ 42ാം ഭേദഗതി എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. 1976 42ാമത്തെ ഭേദഗതി. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ 76 ആണോ 6 എന്നുള്ളത് ആലോചിക്കാൻ 42ാമത്തെ അല്ലേ? അപ്പൊ 4, 2, 6. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. 1976 42ാമത്തെ ഭേദഗതി. ഇത് നിലവിൽ വന്നത് 1977 ജനുവരി 3. ഈ 3 ഓൾ ക്വസ്റ്റ്യൻ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓൾ പ്രീവിയസ് ആണ്. അപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാമത്തെ ഭേദഗതിയാണ്. പഠിച്ചോ? 1976 നിലവിൽ വന്നത്. 1977 ജനുവരി, പിറ്റത്തെ വർഷം ജനുവരി 3 എന്ത് ചെയ്തു? ഈ ഭേദഗതി നിലവിൽ വന്നു. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് 1976 42ാം ഭേദഗതി ശുപാർശ ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? സ്വരൺ സിംഗ് കമ്മിറ്റി 1976 42ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ, എത്ര മൗലിക കടമകളാണ്? 10 മൗലിക കടമകൾ നമ്മൾ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു അല്ലെ? അത് ശുപാർശ ചെയ്തത് ആരാണ്? ശുപാർശ ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. അപ്പൊ 1976 42ാം ഭേദഗതി ശുപാർശ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. പഠിച്ചോ ഈ ഭാഗം? ഈ 3, 6 ഈ 6 ക്വസ്റ്റ്യൻ പഠിച്ചോ? ഒന്ന് സ്വയം ഒന്ന് നോക്കിക്കേ, സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയേ. ഈ 6 ക്വസ്റ്റ്യനും എപ്പോ ചോദിച്ചാലും നിങ്ങൾ നല്ല രീതിയിൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എക്സാമിന്റെ ടൈമിൽ ജസ്റ്റ് വീണ്ടും ഒറ്റ റിവിഷൻ മതി. അല്ലാതെ 4ഉം 5ഉം പ്രാവശ്യമൊന്നും ഈ ടോപ്പിക് റിവിഷൻ ചെയ്യേണ്ടി വരില്ല. റിവിഷൻ ചെയ്യേണ്ടി വരുന്നതും പിന്നീട് ഈ സബ്ജക്ട് എടുക്കുന്ന സമയത്ത് പുതിയതായിട്ട് വായിച്ചതായിട്ട് തോന്നുന്നതും എന്താണെന്നറിയോ? കാരണം അത് അങ്ങനെ തോന്നുന്നത് എന്താണെന്നറിയോ? നമ്മളിപ്പോ ഇന്ന് പഠിച്ചു ഈ 42ാം ഭേദഗതി, ഇനി അടുത്ത ആഴ്ച നോക്കുമ്പോഴും പുതിയതായിട്ട് പഠിക്കുന്ന പോലെ തോന്നും. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ട് പഠിക്കുമ്പോഴും പുതിയതായിട്ട് പഠിക്കുന്ന പോലെ തോന്നും. പക്ഷേ നിങ്ങൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 42ാം ഭേദഗതി ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവരുന്നതായിട്ട് സങ്കല്പിക്കുകയും നമ്മുടെ ഇന്ദിരാഗാന്ധിനെ മനസ്സിൽ വിചാരിക്കുകയും അവരുടെ ഫേസ് ഒക്കെ മനസ്സിലൂടെ പോകണം. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അവരുടെ ഫേസ് പോകണം. സ്വരൺ സിംഗ് കമ്മിറ്റി അവരെയും എന്ത് ചെയ്യുക? നമ്മൾ സ്വരൺ സിംഗിനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? നമ്മൾ പക്ഷെ അവരെ ഒരു മനസ്സിൽ സിംഗ് ആണ് അല്ലെ? അപ്പൊ അവനെയൊക്കെ ഒരു മനസ്സിൽ കാണാം. ഇവര് 3 ആളെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ആ ഭേദഗതി പാർലമെന്റിൽ നടത്തുന്നതായിട്ടുള്ള ഒരു പിക്ചറൊക്കെ വരുത്തുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പുറത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കാതെയും നാളെയും മറ്റന്നാളും കഴിഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിക്കാതെയും പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കൂട്ടുകാരൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ കോളും കാത്തിട്ടായിരിക്കും ചിലപ്പോൾ ഫോണിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ മെസ്സേജിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ക്ലാസ് കാണുമ്പോൾ ഒരു ശ്രദ്ധ എവിടെയാണ്? മെസ്സേജ് വന്നോ നോക്കട്ടെ ജസ്റ്റ്. അപ്പൊ ഇവിടെ വീഡിയോ പോസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ആ മെസ്സേജിനെടുത്ത് നോക്കാൻ പോകും. ഒന്നും തലയിൽ കയറില്ല. നിങ്ങളിതൊരു 10 പ്രാവശ്യം റിവിഷൻ ചെയ്താലും നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഒന്നും അറിയൂല, അത് ഉറപ്പാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവരെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടേ, ആ മനസ്സിലൂടെ പിക്ചർ, വേറെ ഒന്നും ചിന്ത പാടില്ല. എന്നിട്ട് നിങ്ങൾ ഇതിങ്ങനെ പഠിച്ചു നോക്കിക്കാൻ നല്ല കോൺസെൻട്രേറ്റ് മൈൻഡിൽ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പിന്നീട് ഒരു പ്രാവശ്യം എന്ത് ചെയ്താൽ മതി? ഒരൊറ്റ പ്രാവശ്യം ഈ ടോപ്പിക് ഒന്ന് റിവിഷൻ ചെയ്താൽ മതി. അപ്പൊ ആ റിവിഷൻ ചെയ്യുമ്പോഴും എന്താണ്? ഫ്രഷ് ആയിട്ട് തോന്നില്ല. പഠിച്ച് തഴമ്പിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ഉണ്ടാകും ആ സബ്ജക്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാവർത്തികം നോക്കുക. കുറെ ഇരുന്ന് എത്ര നമ്മൾ റിവിഷൻ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ 19 ടോപ്പിക്കാണ് ഉള്ളത്. 10 ലക്ഷക്കണക്കിന് നമ്മൾ ഈ കോടിക്കണക്കിന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പഠിച്ചു പോകുന്നവര് എത്ര നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ചെയ്യുന്ന ടോപ്പിക്കുകൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഒന്ന് കണ്ണടച്ചേ, ഒന്ന് ആ ഭേദഗതി പാർലമെന്റിലേക്കൊക്കെ ഒന്നൊരു വന്നേ. ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ വിചാരിച്ചേ. 76 കാലഘട്ടത്തിലേക്ക് ഒന്ന് പോകെ, ഒന്ന് പോകെ. 1976 അതിന്റെ പിറ്റത്തെ വർഷം 77. ഞാനൊന്ന് കണ്ണടച്ചു കേട്ടോ, ഞാൻ കണ്ണടച്ച് നിങ്ങളുടെ ഒപ്പം പറഞ്ഞവരാണ്. 1977 ജനുവരി 3 നിലവിൽ വന്നു. ഈ 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ദിരാഗാന്ധിനെ ആലോചിച്ച് ആ 76 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് അപ്പുറത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ഇരിക്കുന്നതായിട്ട് കണക്കാക്കുക. ഈ കമ്മിറ്റി 42ാം ഭേദഗതി ശുപാർശ ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇങ്ങനെ ഓരോരോ സ്ലൈഡുകൾ പറയുമ്പോൾ ആ സ്ലൈഡുകൾ പഠിച്ചു മാറ്റണം. ഓക്കെ, ഇനി ഒന്നുകൂടി ഈ സ്ലൈഡിലേക്ക് ഒന്ന് കോൺസെൻട്രേഷൻ കൊണ്ടുവന്നേ. മനസ്സൊന്ന് റിലാക്സ് ആക്കിക്കേ,
ഒന്ന് റിലാക്സ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചിട്ട് ഒന്ന് ഈ ഭാഗത്തിലേക്ക് വന്നേ. ഓക്കെ, നമ്മൾ 42ാം ഭേദഗതിയിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഓർഡർ ആയിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആമുഖത്തിൽ എന്തൊക്കെ ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? ഒന്നാമത്തത് പഠിക്കാം. ആമുഖത്തിൽ എന്ത് ചെയ്തു? ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ആമുഖത്തിൽ ഇതുവരെ ആകെ ഒരു ഭേദഗതിയെ നടന്നിട്ടുള്ളൂ. എന്താണ്? ഈ 1976 42ാം ഭേദഗതി. ഇതൊരൊറ്റ ഭേദഗതിയെ ആമുഖത്തിൽ നടത്തിയിട്ടുള്ളൂ. വേറെ ഏത് ഭേദഗതി ഏതിൽ വരുന്നില്ല? ആമുഖത്തിൽ വരുന്നില്ല. അപ്പൊ ഏതൊക്കെ വാക്കുകളാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 വിഷയങ്ങളാണ് എന്ത് ചെയ്തത്? കൂട്ടിച്ചേർത്തത്. മറക്കുവോ? മറക്കില്ലല്ലോ. ഓക്കെ, ഏതൊക്കെയാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. മതേതരത്വം, അഖണ്ഡത ആമുഖത്തിന്റെ പഠിച്ചോ? ആമുഖം പഠിച്ചോ? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. ആമുഖം, നമ്മൾ ആമുഖത്തിന്റെ ആ ഫ്രണ്ട് പേജ് നമ്മൾ കണ്ടിട്ടില്ലേ? കോൺസ്റ്റിറ്റ്യൂഷനില് ആമുഖത്തിന്റെ ഫ്രണ്ട് പേജ് ആലോചിച്ചോ? 1976 42ാം ഭേദഗതി ആലോചിച്ചോ? അതിൽ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത കൂട്ടിച്ചേർത്ത് കണ്ടോ? അത് പഠിച്ചു ഇല്ലേ? ഇനി നമുക്ക് ഭാഗം 3 എന്താ മാറ്റം പറ്റി? എന്താണ് ഭാഗം 3 എന്താ പറയുന്നത്? മൗലികാവകാശമാണ് അല്ലെ? മൗലിക അവകാശത്തെ കുറിച്ചിട്ടാണ് ഏത് പറയുന്നത്? ഭാഗം 3 പറയുന്നത് അല്ലെ? ഭാഗം 3 മൗലികാവകാശം. അപ്പൊ ആമുഖത്തിൽ എന്താ മാറ്റം വരുത്തിയെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടാമത്തെ പഠിക്കാം. ഭാഗം 3 മൗലികാവകാശത്തിൽ എന്തൊക്കെ ചെയ്തു? 31D-യും 32A-യും കൂട്ടിച്ചേർത്തു. മൗലികാവകാശം എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ ഏതാണ്? 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പൊ അതിൽ കൂട്ടിച്ചേർത്തത് എന്തൊക്കെയാണ്? 35 അതിൽ. അപ്പൊ 31D-യും 32A-യും 31-ൽ D വന്നു, 32-ൽ A-യും എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഇത് മനസ്സിലായോ? ഓക്കെ, 42ാം ഭേദഗതിയിലൂടെയാണ് ഇത് കൂട്ടിച്ചേർത്തത്. അപ്പൊ നമ്മള് ഓക്കെ, ആമുഖത്തിൽ എന്താ ചെയ്തത് മനസ്സിലാക്കി, മൗലികാവകാശത്തിൽ എന്ത് ചെയ്തു മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് ഭാഗം 4A മൗലിക കടമകൾ അല്ലെ? 10 മൗലിക കടമകൾ. നമ്മൾ ഇപ്പം എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളുണ്ട്. ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുമ്പോ നമ്മൾ അവിടെ നമ്മുടെ ശ്രദ്ധ മാറിപ്പോയാൽ ആൻസർ തെറ്റും. കാരണം ഭേദഗതിയിൽ 42ാം ഭേദഗതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോ ചിലപ്പോൾ തിരിച്ചു ചോദിക്കും. ഭാഗം 4A-യിൽ അതായത് മൗലിക കടമകളിൽ 1976 42ാം ഭേദഗതിയിലൂടെ 11 മൗലിക കടമകൾ കുറിച്ചത്. ഇപ്പൊ 11 മൗലിക കടമകളില്ലേ? അപ്പൊ വേഗം കൊണ്ടുപോയിട്ട് ആൻസർ ഇടും. ഇല്ല, അവിടെ 10 ഉള്ളൂ കേട്ടോ. ഇവിടെ മനസ്സിലാക്കണം, 1976 42ാം ഭേദഗതിയിലൂടെ നമ്മുടെ മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഭാഗം 4A-യാണ് 10 മൗലിക കടമകളേ ഉള്ളൂ. 2002-ല് 86ാമത്തെ ഭേദഗതിയിലാണ് ഏത് വരുന്നത്? 11ാമത്തെ മൗലിക കടമ ചേർക്കുന്നത്. അപ്പൊ ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്രയേ ഉള്ളൂ? 10 മൗലിക കടമകളേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ 42ാം ഭേദഗതി അല്ലേ? ഓക്കെ, 42ാം ഭേദഗതിയാണ്. പഠിച്ചോ? ആമുഖത്തിൽ എന്ത് മാറ്റം വരുത്തി മനസ്സിലാക്കി. മൗലികാവകാശത്തിൽ എന്ത് മാറ്റം വരുത്തി? 31D-യും 32A-യും കൂട്ടിച്ചേർത്തു. പഠിച്ചോളനെ. ശ്രദ്ധ എവിടേക്കും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിട്ടേൺ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഓക്കെ, ഭാഗം 3 മൗലികാവകാശം മനസ്സിൽ പിക്ചർ കണ്ടേ? 31D-യും 32A-യും കൂട്ടിച്ചേർത്തു. അടുത്ത മൗലിക കടമകൾ ഭാഗം 4A-യിലാണ് മൗലിക കടമകൾ. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. പഠിച്ചോ? ഇനി അടുത്തത് 3 കഴിഞ്ഞു. ഇനി 4ാമത്തത് ഭാഗം 14A ട്രൈബ്യൂണലിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 14A-യില് ട്രൈബ്യൂണലിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ട്രൈബ്യൂണൽ. ഓക്കെ, അപ്പൊ ഭാഗം 14A-യാണ് ട്രൈബ്യൂണൽ എന്നുള്ളത് ആദ്യം പഠിച്ചു വെക്കുക. അതിൽ എന്തൊക്കെ ചെയ്തു? 323A-യും 323B-യും 32 എന്നൊരു അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, 32 എന്നിട്ട് എന്ത് ചെയ്തു അല്ലേ? പിന്നെയും 3 തന്നെയല്ലേ വരുന്നത്. അപ്പൊ 2 അക്കങ്ങളേ ഉള്ളൂ. 32 എന്ന അക്കങ്ങളേ ഉള്ളൂ അല്ലെ? 323 അല്ലെ? A-യും B-യും. അപ്പൊ 323A-യും 323B-യും എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. പഠിച്ചോ? ഈ 323A എന്ന് പറയുന്നത് എന്താണ്? 323A പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് കേട്ടോ. എന്താണ്? എന്നില്ലേ? അതിൽ തന്നെ ചിന്തിച്ചാൽ മതി കേട്ടോ. A വരുമ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും B എന്താണ്? മറ്റാവശ്യങ്ങൾക്കുള്ള ട്രൈബ്യൂണലുമാണ്. 323A എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും 323 എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്കുള്ള ട്രൈബ്യൂണലുമാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പറയുമ്പോൾ എന്തൊക്കെ വരും? കേന്ദ്രത്തിലെയും അതുപോലെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഈ പൊതു നിയമനങ്ങള്, ജീവനക്കാരുടെ സർവീസ് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളുടെയൊക്കെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും
തദ്ദേശ സ്വയംഭരണങ്ങളിലെയും നിയമനത്തിൽ എന്ത് ചെയ്യണം, വല്ല തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുന്നതാണ് ആര്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. എന്നാൽ 323B എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്കുള്ള ട്രൈബ്യൂണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ എന്തൊക്കെ വരും, നികുതി, ഭൂപരിഷ്കരണം, അതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾക്കാണ്. നികുതിയും ഭൂപരിഷ്കരണം, ലാൻഡുമായിട്ട് അല്ലെ, നികുതി ഭൂപരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത്, തർക്കങ്ങൾക്കാണ് മറ്റു ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പഠിച്ചോ. ആമുഖത്തിൽ സ്ഥിതി സമത്വവും മതേതരത്വവും അഖണ്ഡതയും കൂട്ടിച്ചേർത്തു. മൗലിക അവകാശത്തിൽ 31D-യും 32A-യും കൂട്ടിച്ചേർത്തു. ഭാഗം 4A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 14A ട്രൈബ്യൂണലിനെ കുറിച്ചിട്ടാണ് 14A പ്രതിപാദിക്കുന്നത്. അതിൽ 323A-യും 323B-യും കൂട്ടിച്ചേർക്കപ്പെട്ടു. 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. 323B എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്കുള്ള ട്രൈബ്യൂണൽ ആണ്. പഠിച്ചു, 4 പഠിച്ചു. ഇനി 5ാമത് എന്തൊക്കെയാണ് ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ലോകസഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും എത്രയാക്കി, 6 വർഷത്തേക്കാക്കി. ഇന്ന് ലോകസഭയുടെ കാലാവധിയാണെങ്കിലും സംസ്ഥാന നിയമസഭയുടെ കാലാവധിയാണെങ്കിലും ഇന്ന് 5 വർഷമാണ് അല്ലെ. പക്ഷെ ഇവിടെ 1976 കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്, 42ാം ഭേദഗതിയിലൂടെ ഈ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷം പോരാ, അത് 6 വർഷമാക്കണം എന്ന് പറഞ്ഞു. പിന്നീട് 1978 ഒരു ഭേദഗതി വരുന്നുണ്ട് അല്ലെ. 78 44ാമത്തെ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു, ഈ 6 വർഷം എന്നുള്ളത് വീണ്ടും 5 വർഷം തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് വീണ്ടും ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ 5 വർഷം എന്നുള്ളത് തുടരുന്നത്. പക്ഷേ ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1976 42ാം ഭേദഗതിയിലൂടെ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തേക്കാക്കി. ഇനി അടുത്തത്, ഇന്ത്യയിൽ ഒരു ഭാഗത്തു മാത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അംഗീകാരം ആർക്ക് കൊടുത്തു, പ്രസിഡന്റിന് കൊടുത്തു. അതും ഏത് ഭേദഗതിയിലൂടെ, 42ാമത്തെ ഭേദഗതിയിലൂടെ 76-ലെ. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രം, അതായത് ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം 28 സംസ്ഥാനങ്ങളുണ്ട് അല്ലെ, 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ഈ മൊത്തം ഈ ഇത്രയും സ്റ്റേറ്റിലും ഇത്ര യൂണിയൻ ടെറിട്ടറിയിലും എല്ലാവരുടെയും കൂടിയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളിടത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മതി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രം അടിയന്തരാവസ്ഥ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയാൽ മതി, മറ്റ് 27 സംസ്ഥാനങ്ങളിലും ബാധകമാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 1976-ലെ 42ാം ഭേദഗതിയാണ്. പിന്നെ അടുത്തത് എന്ത് പഠിക്കണം, കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ എടുത്തു മാറ്റി. അതായത് ഇത് ഓൾറെഡി സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലായിരുന്നു. ഈ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഒരു 5 വിഷയങ്ങൾ എന്ത് ചെയ്തു, കൺകറന്റ് ലിസ്റ്റിലേക്ക്, അതായത് നമ്മൾക്ക് ലിസ്റ്റുകളെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും. ഓക്കെ, കൺകറന്റ് ലിസ്റ്റുമാണ്. അപ്പൊ ഈ ഇതിലും കുറെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അത് ആർക്ക് മാത്രമായിരിക്കും, കേന്ദ്ര ഗവൺമെന്റിന് മാത്രമായിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിന് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രമായിരിക്കും അവിടെ അംഗീകാരം. ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുള്ള ഒരു 5 വിഷയങ്ങൾ നമ്മൾ എവിടേക്ക് എടുത്തിട്ടു, ഈ കൺകറന്റ് ലിസ്റ്റിലേക്ക് എടുത്തപ്പെട്ടു. ഇതെന്നും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെന്നും വരാറുണ്ട്. ഈ 5 എണ്ണത്തില് തരും, ഏതാണ് ഉൾപ്പെട്ടത് ഏതാണ് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് തരാറുണ്ട്, പഠിക്കുക. വിദ്യാഭ്യാസം, വനം, വാ വെച്ചിട്ട് 2 എണ്ണം, വിദ്യാഭ്യാസവും വനവും. പിന്നെയോ അളവ് തൂക്ക സമ്പ്രദായം. ഓക്കെ, ഇതൊക്കെ ഏതിലാണ് കിടക്കുന്നത്, കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോർട്ട് ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണ സമ്പ്രദായം. സുപ്രീം കോടതി, ഹൈക്കോടതി അല്ല, സുപ്രീം കോടതിയുടെയും ഹൈക്കോർട്ടിന്റെയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണ സമ്പ്രദായങ്ങളും ഏതിലേക്ക് മാറ്റി, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. പഠിച്ചോ. അപ്പൊ കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റിയത് ഏത് ഭേദഗതിയിലൂടെയാണ്, 1976-ലെ 42ാം ഭേദഗതിയിലൂടെയാണ്. വിദ്യാഭ്യാസത്തെയും വനത്തെയും അളവ് തൂക്ക സമ്പ്രദായത്തെയും വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണവും സുപ്രീം കോടതി ആൻഡ് ഹൈക്കോർട്ട് ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം എവിടേക്ക് മാറ്റി, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 7 കാര്യങ്ങൾ ചോദിച്ചാൽ എഴുതുമല്ലോ, എക്സാമിന് വന്നു കഴിഞ്ഞാൽ തെറ്റിക്കില്ലല്ലോ. എന്തൊക്കെ പഠിച്ചു, ആമുഖത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തി എന്നുള്ളത് പഠിച്ചു. ഭാഗം 3 മൗലിക അവകാശത്തിൽ എന്ത് ചെയ്തു പഠിച്ചു. ഭാഗം 4 മൗലിക കടമകളിൽ എന്ത് ചെയ്തു എന്ന് പഠിച്ചു. ഭാഗം 14 ട്രൈബ്യൂണൽ എന്ത് ചെയ്തു. പിന്നെ ലോകസഭ സംസ്ഥാന നിയമസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി, അത് പഠിച്ചു. ഇതിൽ ഒരു ഭാഗത്ത് മാത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം പ്രസിഡന്റിന് കൊടുത്തു, അത് പഠിച്ചു. കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ എടുത്തു മാറ്റി സംസ്ഥാന ലിസ്റ്റിൽ നിന്നല്ലേ, ആ 5 വിഷയങ്ങൾ ഏതൊക്കെ പഠിച്ചു.
ഓക്കെ ആണല്ലോ? നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ. ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ 7 കാര്യങ്ങൾ മനസ്സിലേക്ക് ഒന്ന് വന്നേ. 1974 42ാം ഭേദഗതി മനസ്സിൽ കാണുക. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിനെ കാണുക മനസ്സിൽ. സ്വരൺ സിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത് കാണുക. ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ് കാണുക. 1976 2024 ഇരിക്കേണ്ട ഇപ്പൊ നിങ്ങൾ നേരെ 1976 കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഓക്കെ, അങ്ങനെ പോയി ആ 7 വിഷയങ്ങൾ ഒന്ന് പഠിച്ചെന്ന 76 42ാം ഭേദഗതിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സ്വയം പറഞ്ഞു നോക്കിക്കേ. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരൊറ്റ പ്രാവശ്യം റിവിഷൻ ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാ ടോപ്പിക്കും പഠിച്ചു മാറ്റിയാൽ നമ്മുടെ പഠനത്തിന്റെ ഭാരം എന്താണ് നമുക്ക് കഷ്ടം തോന്നില്ല. അല്ലാതെ ഇവിടെ ഇങ്ങനെ വീഡിയോ ഓണാക്കുക, വേറെ എവിടെയെങ്കിലും ആലോചിക്കുക, ഫോൺ അപ്പുറത്ത് വെക്കുക, യൂട്യൂബിൽ വല്ല മെസ്സേജ് വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ, അതാ നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചാൽ അതാ ഇത് LD കയ്യിലിരിക്കുക, അതാ ഓടി ഇവിടെ ഓഫാക്കി അതാ അങ്ങോട്ട് ഓടി, അവിടെ പോയിട്ട് വല്ല എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി. അല്ലാതെ അവിടെ ഇവിടെ ഇപ്പൊ ഞാനാണെങ്കിലും വലിയ തള്ളുകളങ്ങനെ തള്ളിമറിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ തന്നെ പഠിക്കുക. ആര് എക്സാം ഹാളിൽ ഞാനൊന്നും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, ഇല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ എങ്ങനെയെങ്കിലും എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുന്നോ അത്രത്തോളം പഠിപ്പിച്ച് ഞാൻ തരുന്നുണ്ട്. അത് അവിടെ യൂസ്ഫുൾ ആക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, അല്ലെ? ഞാനാണെങ്കിൽ എക്സാം ഹാളിൽ ഇങ്ങനെ പഠിച്ച് ഞാൻ തന്നെ അവിടെ പോയിട്ട് എഴുതണം. എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ? ഇല്ല. തള്ളിമറിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാകും. ഓക്കെ, അവരൊന്നും എക്സാം ഹാളിലൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് പറ്റില്ല. സ്വന്തമായിട്ട് തന്നെ മനസ്സിന് മോട്ടിവേഷൻ കൊടുത്ത് സ്വന്തമായിട്ട് തന്നെ പ്രാവർത്തികമാക്കിയാൽ സ്വന്തമായിട്ട് പോയിട്ട് ആ OMR പോയിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ട് വന്നിട്ട് എക്സാം എഴുതാൻ പറ്റും. അല്ലാതെ വീഡിയോ കണ്ട് 1 മണിക്കൂർ 1 മണിക്കൂർ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ട് തള്ളിമറിച്ചൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കുക തന്നെ ഉള്ളൂ. നിങ്ങൾ എക്സാം ആകുമ്പോൾ ഒരു 10-100 വീഡിയോ വേണമെങ്കിൽ ചിലപ്പോൾ കാണുമായിരിക്കും. ഒരേ ഡയലോഗുകളായിരിക്കും. കണ്ടു വല്ല പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സ്വയം മോട്ടിവേഷൻ ചെയ്തിട്ട് സ്വയം പഠിക്കുക. അതിൽ തന്നെയാണ് നിങ്ങൾക്ക് സംതൃപ്തി, നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അത്ര തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലൂടെ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കി വിടുക. ഓക്കെ, കേട്ടില്ല എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മൾ 8ാമത്തെ പഠിക്കുകയാണ്. ഭാഗം 4 നമ്മളവിടെ അവിടെ കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു, വിട്ടുപോയി. ആമുഖത്തിൽ പഠിച്ചു, മൗലികാവകാശത്തിൽ എന്ത് ചെയ്തു പഠിച്ചു, മൗലിക കടമകളിൽ എന്ത് ചെയ്തു, അടുത്ത മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെ, ഫണ്ടമെന്റൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളില് ഭാഗം 4 എന്ത് ചെയ്തു, 3 എണ്ണം കൂട്ടിച്ചേർത്തു. ഓക്കെ, ഏതൊക്കെയാണ്? 39A-യും 43A-യും പിന്നെ 48A-യും ഒക്കെ A ആണ് കേട്ടോ. നോക്കിക്കേ, ഓക്കെ, A ആണ്. 39A, 43A, 48A എന്നീ 3 എണ്ണം എന്ത് ചെയ്തു, ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്തു. നമ്മൾ അവിടെ മൗലികാവകാശത്തിൽ പഠിച്ചുല്ലേ, 31D-യും അതുപോലെ 32A-യും നമ്മൾ പഠിച്ചു. ഇവിടെ 39A, 43A നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണ്. 36 മുതൽ 51 വരെ അല്ലെ, ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നതാണ്. എത്ര എണ്ണ ആർട്ടിക്കിൾ ആണ് വരുന്നത്? 36 to 51, 36 മുതൽ 51 വരെയാണ് ഏതിൽ പറയുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ വരുന്നത്. അതിൽ 39A-യും 43A-യും പിന്നെ 48A-യും എന്ത് ചെയ്തു, 1976 42ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നു. എന്താണ് 39A-യിൽ പറയുന്നത്? തുല്യനീതി, സൗജന്യ നിയമസഹായം. എന്താണ്? തുല്യനീതി പിന്നെ സൗജന്യ നിയമ സഹായം. ഇത് കൊണ്ടുവന്നു. ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടു 76 42ാം ഭേദഗതിയിലൂടെ. 43A എന്താണ്? വ്യവസായങ്ങളുടെ നടത്തിപ്പില് തൊഴിലാളികളുടെ പ്രാധാന്യം. അതാണ് 43A-യിൽ പറയുന്നുണ്ട്. 48A-യിൽ പരിസ്ഥിതി സംരക്ഷണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ് കേട്ടോ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തലും വനങ്ങളും വന്യജീവികളും ഇതിലേതിൽ വരുന്നതാണ് 48. അങ്ങനെ ഈ 3 എണ്ണം ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ എന്ത് ചെയ്തു, 1976 42ാം ഭേദഗതിയിലൂടെ ഈ 3 ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അടുത്തത് രാഷ്ട്രപതി ഭരണം. അതായത് പൊതുവെ രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത് 6 മാസമാണ്. അത് ഇപ്പോഴും എത്ര തന്നെയാണ്? 6 മാസം തന്നെയാണ്. പക്ഷേ ഒരു ടൈമിൽ എന്ത് ചെയ്തു, രാഷ്ട്രപതി ഭരണം 6 മാസത്തിൽ നിന്ന് 1 ഇയർ ആക്കി. ഒറ്റ പ്രാവശ്യം മാത്രം കേട്ടോ, ഒരു പ്രാവശ്യം മാത്രമേ 1 വർഷം വരെ രാഷ്ട്രപതി ഭരണം ആക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ 6 മാസമാണ്. അങ്ങനെ 6 മാസത്തിൽ നിന്ന് 1 വർഷമാക്കിയിട്ട് എന്ത് ചെയ്തു, ഒരു പ്രാവശ്യത്തേക്ക് മാറ്റി. ഏത് ഭേദഗതിയിലൂടെ? 1976 42ാം ഭേദഗതിയിലൂടെ. പിന്നെ അടുത്തത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ചു. ഏതിലുള്ള അധികാരങ്ങളാണ്? റിട്ടിലും ജുഡീഷ്യൽ റിവ്യൂലും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ചു. അപ്പൊ നമ്മളെ
നേരത്തെ പറഞ്ഞില്ലേ, ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് എത്ര വർഷമാക്കി? 6 വർഷമാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. അത് 44-ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? വീണ്ടും 5 വർഷമാക്കി ചെയ്തു. ഓക്കെ, ഇവിടെയും അതുപോലെ വരുന്നുണ്ട്. നമ്മൾ 44-ാം ഭേദഗതി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ ഞാൻ അതൊന്നും പറഞ്ഞേ ഉള്ളൂ. ഈ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ചു അല്ലെ, ഏതില്? 42-ാം ഭേദഗതിയിൽ. പക്ഷെ 44-ാം ഭേദഗതി 1978 വന്ന സമയത്ത് ഈ വെട്ടിക്കുറച്ചിനെ എന്ത് ചെയ്തു? എടുത്തു മാറ്റി പഴയ അധികാരം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ പാർലമെന്റ് സംസ്ഥാന നിയമസഭകളിലെ കോറം ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ കോറം എന്ത് ചെയ്തു? ഇല്ലാതാക്കിയതിന് വീണ്ടും പഴയ പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ഏതില്? 44-ാമത്തെ ഭേദഗതിയിൽ. അപ്പോൾ ഈ 42-ാം ഭേദഗതിയിൽ ഈ 3 കാര്യങ്ങൾ 44-ാം ഭേദഗതിയായപ്പോ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? പഴയതുപോലെ തന്നെ ആക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ചു 42-ാം ഭേദഗതിയിൽ. പക്ഷെ 44-ാം ഭേദഗതി ആയപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്? വെട്ടിക്കുറച്ചത് എടുത്തു മാറ്റിയിട്ടുണ്ട്. പിന്നെ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളെയും കോറം ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കോറം ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ 44-ാം ഭേദഗതി എഴുതുമ്പോൾ ഇത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. പിന്നെ ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷം എന്നുള്ളത് 5 വർഷം അല്ല 5 വർഷം എന്നുള്ളത് 6 വർഷമാക്കി. ഏതില്? 42-ാം ഭേദഗതിയിൽ. പക്ഷെ 44-ാം ഭേദഗതി വന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? 5 വർഷമാക്കി. ഈ 3 കാര്യങ്ങൾ 44-ാം ഭേദഗതിയിൽ വന്നപ്പോൾ ഒന്നും കൂടി മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് 11-ാമത്തെ, മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ഒരിക്കലും രാഷ്ട്രപതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അത് കൊണ്ടുവന്നത് ഏത് ഭേദഗതിയിലാണ്? 1976-ലെ 42-ാം ഭേദഗതിയിലാണ്. അതുപോലെ അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിച്ചതും 42-ാം ഭേദഗതിയിലൂടെയാണ്. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിച്ചത് ഏതിലൂടെയാണ്? 42-ാം ഭേദഗതിയിലൂടെയാണ്. അവിടെ നമ്മൾ ആ 7 പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ആമുഖം, മൗലിക അവകാശം, മൗലിക കടമകളില്, ട്രൈബ്യൂണലില്, നിയമസഭയുടെ കാലാവധി കൊണ്ടുവന്നത്, പിന്നെ കൺകറന്റ് ലിസ്റ്റിലേക്ക് എടുത്തു മാറ്റിയ വിഷയങ്ങൾ ഇതൊക്കെ പഠിച്ചല്ലോ, മറന്നിട്ടില്ലല്ലോ. ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 8 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പഠിച്ചു. 39A-യും 43A-യും 48A-യും കൂട്ടിച്ചേർത്തത്. പിന്നെ രാഷ്ട്രപതി ഭരണം 6 മാസത്തിൽ നിന്ന് തൽക്കാലത്തെ ഒരു പ്രാവശ്യത്തേക്ക് എത്ര വർഷമാക്കി? അത് 1 വർഷമാക്കി മാറ്റിയത് 42-ാം ഭേദഗതിയിലൂടെയാണ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങളൊക്കെ വെട്ടിക്കുറച്ചു. ഏതിലുള്ള അധികാരം? റിട്ടിലും ജുഡീഷ്യൽ റിവ്യൂലും. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അത് ഏതിലാണ്? 42-ാം ഭേദഗതിയാണ്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും കോറം ഇല്ലാതാക്കി. അതും 42-ലാണ്. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിച്ചതും 42-ാം ഭേദഗതിയിലൂടെയാണ്. 13 കാര്യങ്ങൾ പഠിച്ചോ? ഇനി ഇതും 42-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. ഒന്ന് നല്ല രീതിയിൽ വായിച്ചു നോക്കുക കേട്ടോ. മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച, നമ്മൾ പറയാറില്ലേ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമം. അതായത് ഒരു നിയമം നിർമ്മിച്ചിരിക്കുകയാണ്. ഏതിന്റെ അടിസ്ഥാനത്തില്? അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാനത്തില്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തില് ഒരു നിയമം നിർമ്മിച്ചിട്ടുണ്ട് എന്ന് വെക്കാം. എങ്കിൽ നിർമ്മിച്ച നിയമങ്ങള് കോടതികൾക്ക് മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങള് കോടതികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതികൾക്ക് കഴിയില്ല. ഇത് കൊണ്ടുവന്നതും എന്താണ്? ഏത് ഭേദഗതിയാണ്? 1976-ലെ 42-ാമത്തെ ഭേദഗതിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 42-ാം ഭേദഗതി പഠിക്കാനുള്ളത്. എപ്പോഴും മിക്ക ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറഞ്ഞ പോലെ കുറച്ചെങ്കിലും നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് ഇപ്പൊ പഠിച്ചതിന്റെ ഓർമ്മ വരും. നിങ്ങൾ രാത്രി ഒന്ന് കിടക്കുന്ന സമയത്ത് 42-ാം ഭേദഗതിയൊക്കെ കണ്ണും പൂട്ടി നിങ്ങൾ ഇങ്ങനെ ഉറക്കത്തിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് അതിന് കഴിയും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഇങ്ങനെയല്ല അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ അത് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത എക്സാം ഞാൻ മാസവും ദിവസവും ഓരോ ക്ലാസ്സിലും ഓർമ്മിപ്പിക്കാണ്. ഏപ്രിലായി കേട്ടോ. മറക്കരുത്. ഇലക്ഷനൊക്കെ അതിന്റെ വാട്ടിൽ പോകും. ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ വാട്ടിൽ ജീവിക്കും. നമ്മള് എന്ത് ചെയ്യാ? നമ്മൾ പഠിക്കുക.
ഓക്കെ, നമ്മൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി പഠിക്കുക. ഇലക്ഷനും ചൂടും വേനൽ ചൂടും ഒക്കെ അതൊക്കെ അതിന്റെ പാട്ടിൽ പറ്റോട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് കൂട്ടുകാർ ജോയിൻ ചെയ്യണം കേട്ടോ. എന്താണ് ഇപ്പൊ എല്ലാവർക്കും അതിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല, ഈ ക്ലാസ്സുകളുടെ ലിങ്ക് അവിടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പൊ യൂട്യൂബിലൊന്നും നോക്കണ്ട, അതിലിടുന്ന സമയത്ത് അത് വേഗം എടുക്കുക കാണുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ അതിൽ ഇട്ട് തരുന്ന സമയത്ത് നിങ്ങൾക്ക് സൗകര്യമില്ല, മേലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ മതി. എന്ത് ചെയ്താൽ മതി, ഓരോരോ ടോപ്പിക് എടുത്ത് പഠിച്ച് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.